ഏറ്റവും സമാദരണീയരായ മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട സഅദി ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പണ്ഡിത മഹത്തുക്കളെ, ആശംസ അറിയിച്ച ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഈ മഹലിന്റെ കല്ലടക്കുറ്റി ഇസ്ലിയാസ് ജുമാ മസ്ജിദ് ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ട്രഷറർ അടക്കമുള്ള പരിപാലന സമിതി അംഗങ്ങളെ, മഹത്തായ സ്വലാത്ത് വാർഷിക മതപ്രഭാഷണ പരിപാടിയിൽ ഇവിടെ സന്നിഹിതരായ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ സംഗമം അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, സംഗമങ്ങളെ സഹായിക്കുന്നവർ, നമ്മുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, എല്ലാവർക്കും നാളെ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു ഈ സംഗമം ഒരു സബബായി, ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങൾ ഖബറുകളിലുണ്ട്. ആരും കൂട്ടിനില്ലാത്ത അവരുടെ ഖബറിൽ അല്ലാഹു നമ്മുടെ സദസ്സ് അവർക്ക് കൂട്ടായി, ഈനാസായി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്നോ നാളെയോ നമ്മളെല്ലാവരും മരിച്ചുപോകും. ആര് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഒരു നിശ്ചയവും ആർക്കുമില്ല. പക്ഷേ ഒരു കാര്യം സുനിശ്ചിതമാണ്, ഇന്നോ നാളെയോ നമ്മൾ മരിക്കും. ഇവിടെ നേരത്തെ ഉസ്താദുമാര് പറഞ്ഞു, ഇത് ഇൽമിന്റെ മജ്ലിസാണ്. അപ്പൊ നിങ്ങളൊക്കെ അകലെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ മജ്ലിസിൽ വന്നിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുറെ ആളുകളൊക്കെ വന്നിരുന്നു. നല്ല പ്രായമുള്ള, കൃത്യമായി പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ വരുന്ന, ജമാഅത്തിനൊക്കെ വരുന്ന നല്ല ആളുകൾ കുറെ പേര് വന്നിരുന്നു. ചെറുപ്പക്കാരും വന്നിരിക്കണില്ല. എന്താണ് അവരെ ഇരിക്കാൻ പ്രേരിപ്പിക്കാത്തതെന്നറിയോ? അവർക്കറിയാം നമ്മളിപ്പോഴൊന്നും മരിക്കില്ല, ഇനിയും അടിച്ചു പൊളിച്ച് ജീവിക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമ പറയുന്ന മജ്ലിസ്, വിജ്ഞാനം പറയുന്ന സദസ്സ്, അത് സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണ്. ഭൂമി ലോകത്തെ രണ്ട് സ്വർഗങ്ങൾ. ഒന്നാമത്തെ സ്വർഗം എവിടെയാണ്? മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗമാണ്, അത് മദീനയിലാണ്. ആ മദീനയിലുള്ള ആ ഖബറു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം കാണാൻ, അവിടെ ഒന്നിരിക്കാൻ ലോകത്തു കോടാനുകോടി മനുഷ്യന്മാർ സഞ്ചരിക്കുകയാണ്. ലോകത്തെല്ലാ നഗരങ്ങളും തിരക്കൊഴിയുന്ന നഗരങ്ങളാണ്. വാഷിംഗ്ടൺ സിറ്റിയിൽ തിരക്കൊഴിയാറുണ്ട്, ന്യൂയോർക്ക് സിറ്റിയിൽ തിരക്കൊഴിയാറുണ്ട്, ടെല്ലവീവിലും ടെക്സാസിലും ഡള്ളാസിലും തിരക്കൊഴിയാറുണ്ട്, ടോക്കിയോ നഗരത്തിൽ തിരക്കൊഴിയാറുണ്ട്, മുംബൈയിലും കൊൽക്കത്തയിലും മദ്രാസിലും ചെന്നൈയിലും എന്ന് തുടങ്ങി എല്ലാ നഗരങ്ങളും തിരക്കൊഴിയാറുണ്ട്. തിരക്കൊഴിയാത്ത ഒരേ ഒരു നഗരേ ഉള്ളൂ, അത് മദീനയാണ്. ഇതാ മദീനയുടെ നായകന്റെ സ്വലാത്തിന്റെ വാർഷിക പരിപാടിയാണ്. ശറാപാ ചമൻ ഹേ ദിയാരേ മദീന, ദവാമാശന ഹേ
ബഹാറേ മദീന तू जिंदा है वल्लाह तू जिंदा है वल्लाह मेरे चश्मे आलम से छुप जाने वाले അകലെ 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 വിശ്വാസിയുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്നത് മദീനയിൽ പോകാനാണ്. വാഷിംഗ്ടൺ സിറ്റി കാണാനല്ല, ന്യൂയോർക്ക് കാണാനല്ല, ലണ്ടനിൽ പോകാനല്ല, ലോകത്തേത് നഗരം കാണാനുമല്ല. 5 നേരം നിസ്കരിക്കുന്ന, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്ന നഗരി ഏതാണ്? അതും മദീനയാണ്. നബി തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ബൈന ബൈതി വ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗമാണ്. സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണ്. മാത്രമല്ല മൻസാറ ഖബരി, ആരെങ്കിലും എന്റെ മദീനയിൽ എന്നെ കാണാൻ, എന്നെ സിയാറത്ത് ചെയ്യാൻ ആരെങ്കിലും എന്റെ മദീനയിൽ വന്നാൽ വജബത് ലഹു ശഫാഅത്തി, അവൻ ശഫാഅത്ത് എന്റെ ശിപാർശ, അവൻ എന്റെ ശിപാർശ നിർബന്ധമാണ്. ആരെങ്കിലും എന്റെ മദീനയിൽ എന്നെ കാണാൻ, എന്നെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച് ആരെങ്കിലും പുറപ്പെട്ടു വന്നാൽ വജബത് ലഹു ശഫാഅത്തി, അവന് ഞാൻ നിർബന്ധമായും ശിപാർശ ചെയ്യുന്നതാണ്. അങ്ങനെ മഹത്വം പറഞ്ഞ മദീന, ആ മദീനയുടെ മഹത്വം എന്താണ്? റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതുപോലെ ഭൂമിയിൽ മറ്റൊരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. വിജ്ഞാനം പറയുന്ന സദസ്സ്, ഇൽമു പറയുന്ന മജ്ലിസ്, അത് സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണെന്ന് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആളുകളെ ആ സ്വർഗത്തിലേക്ക് വരൂ എന്ന് വിളിച്ചാൽ വരുമോ? വരില്ല. അവർക്ക് ആ സ്വർഗത്തിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത കാലമാണ്. ജനങ്ങൾക്ക് സ്വർഗത്തിലിരിക്കാൻ ഇഷ്ടമില്ലാത്ത കാലം. അതെന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായി ഈമാൻ, വിശ്വാസം കുറവായതുകൊണ്ടാണ്. വിശ്വാസമുള്ള മനുഷ്യന്മാർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അവിടുന്ന് ആത്മാവിനേക്കാൾ, ജീവിതത്തെക്കാൾ, ശരീരത്തെക്കാൾ, എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, ഇൽമു പറയുന്ന സദസ്സ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഒരാൾ വിജ്ഞാനത്തിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിന്റെ വഴിയിൽ പ്രവേശിച്ചുവെന്ന് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ. ഇത് ആർക്കെങ്കിലും അറിയാത്തതാണോ? ആണ്ടിലൊരിക്കലല്ലേ ഇതുപോലൊരു പ്രോഗ്രാം നടക്കുക കല്ലടക്കുറ്റിയില്ല ജുമാ മസ്ജിദിൽ. അപ്പോൾ ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അറിയില്ലേ, അവിടെ നല്ലൊരു മജ്ലിസ് നടക്കാണ്. നമ്മൾ ഒരു മണിക്കൂർ സമയം ആ മജ്ലിസിൽ നമ്മളൊന്ന് പോയിരിക്കുക. അതൊരു സന്തോഷമല്ലേ, അതൊരു ഖൈറല്ലേ, നല്ലൊരു പ്രവർത്തനമല്ലേ എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ള ചെറുപ്പക്കാരും ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ല. അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് ചില നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാകും, ചില ആളുകൾക്ക് നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാവില്ല. അതങ്ങനെയാണ്. ചില ആളുകൾക്ക് നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് അല്ലാഹു നൽകും, അവർക്ക് ചില ആളുകൾക്ക് നല്ലതിന് തൗഫീഖ് ഉണ്ടാവില്ല. തൗഫീഖ് ഉണ്ടാകാത്തോന് ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമുണ്ടോ? കാര്യമില്ല. അവൻ അവൻ്റെതായ വഴിയിലേ പോകും. കുറെ പിള്ളേർ എവിടെയോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോയി തട്ടമിട്ട് പർദ്ദയിട്ട് അവര് പോട്ടെ, അവര് സിനിമ കാണട്ടെ. പോരാ, സിനിമയിൽ ദുആരക്കുന്നു ഏതോ ഒരു ഉസ്താദ്. അപ്പൊ പിള്ളേരിരുന്ന് ആമീൻ പറയുന്നു, അവരാമീൻ പറയട്ടെ. ഇത് ദുനിയാവാണ്. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം.
നിങ്ങൾക്ക് നിസ്കരിക്കാതെ നടക്കണോ നടക്കാം, നിങ്ങൾക്ക് സിനിമ കാണേണ്ട ആളുകൾക്ക് കാണാം, കാണാത്ത ആളുകൾക്ക് കാണണ്ട. വഅദിന് വരേണ്ട ആളുകൾക്ക് വരാം, വഅദിന് വരേണ്ടാത്തവർക്ക് വരണ്ട. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ ദീനിൽ ഒരു ബലാത്കാരവുമില്ല, ഈ ദീനിൽ ഒരു ബലാധിഷ്ഠിതമായ പ്രവർത്തനവും ചേർക്കലുമില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ദീൻ പറയുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം. അത് ദുനിയാവിന്റെ വ്യവസ്ഥിതി അങ്ങനെയാണ്. അല്ലാഹു ദുനിയാവിനെ വെച്ചതങ്ങനെയാണ്. ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകളുണ്ട്, അല്ലാഹുവിനെ അനുസരിക്കാത്ത ആളുകളുണ്ട്. ഖുർആനിലെ ഓരോ അധ്യായവും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ പടച്ചവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ അല്ലാഹു എന്നാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം. തറുതയിട്ടുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് സിനിമ കാണണമോ നിങ്ങൾക്ക് കാണേണ്ടവർക്കത് കാണാം. നിങ്ങൾക്ക് കള്ള് കുടിക്കണമോ കുടിക്കേണ്ടവർക്ക് കുടിക്കാം. നിസ്കരിക്കാതെ നടക്കണമോ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെ നടക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഈ ദീനിൽ മതത്തിൽ ബലാത്കാരമില്ല. ആരോടും കമ്പൽ ചെയ്തൊരു കാര്യവും പറയുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അമരത്തലികൾ ഉയർന്നു കേൾക്കുമ്പോൾ നിങ്ങൾ ഏതു പ്രവർത്തനത്തിലായിരുന്നാലും നിങ്ങൾ കൃത്യമായി 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കണേ. നിങ്ങൾ ആ പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കണേ. നിസ്കാരം ഒഴിവാക്കല്ലേ. ഇതെനിക്ക് പറയാം. നിങ്ങളിൽ എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിസ്കരിക്കാം, നിസ്കരിക്കാതിരിക്കാം. ഹറാമ് കാണല്ലേ, ഹറാമിന് പോകല്ലേ, ഹറാമിലേക്ക് വേണ്ടി പണം സമ്പാദിക്കല്ലേ, ഹറാമായ പണം സമ്പാദിച്ച് ഹറാമിലേക്ക് സഞ്ചരിച്ചു പോകല്ലേ. ഇത് ദീനിന്റെ അധ്യാപനമാണ്. നിങ്ങൾക്ക് ഹറാമ് ചെയ്താലേ മതിയാവുള്ളൂ എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഹറാമ് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലാഹു ഇവിടെ അവസരം തന്നിട്ടുണ്ട്. അത് ദുനിയാവിൽ പടച്ചവൻ വെച്ച വ്യവസ്ഥിതിയാണ്. അതാ സിനിമയിൽ വന്നിട്ട് ദുആ ഇറക്കുകയാണ് ആയിക്കോട്ടെ, ബാങ്ക് വിളിക്കുകയാണ് ആയിക്കോട്ടെ, ഖുർആൻ പാരായണം ചെയ്യുകയാണ് ആയിക്കോട്ടെ, അത് മറ്റൊരു ലോകമാണ്. നമുക്കുള്ള ലോകമല്ല സിനിമ, നമുക്കുള്ള ലോകമല്ല ഡ്രാമാസുകൾ, നമുക്കുള്ള ലോകമല്ല നോവൽസുകൾ, നമുക്കുള്ള ലോകമല്ല സ്റ്റോറീസുകൾ. അത് മറ്റൊരു ലോകമാണ്. അതിന്റെ ആളുകൾ അവിടെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടത് റീച്ചുകളാണ്, അവർക്ക് വേണ്ടത് അവരിറക്കുന്ന ആ സാധനങ്ങൾക്ക് ആളുകൾക്കിടയിലേക്ക് സ്പ്രെഡാകാനുള്ള മാർഗങ്ങളാണ്. അവർ ചിലപ്പോൾ ഖുർആൻ ഓതുകയാണ്, ചിലപ്പോൾ ദുആ ഇറക്കുകയാണ്, ചിലപ്പോൾ നിസ്കരിക്കുകയാണ്, ചിലപ്പോൾ നല്ല സന്ദേശങ്ങൾ അവർ അതിലൂടെ കൈമാറുകയാണ്. അത് മറ്റൊരു ലോകമാണ്. ഉലമാക്കളെ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറയുകയാണ്. അത് മറ്റൊരു ലോകമാണ്. നമുക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. പക്ഷേ നമ്മൾ ദീനിന്റെ ആളുകളാണ്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചൊരു ദീനുണ്ട്. ആ ദീൻ വിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ സമുദായത്തോട്, സമൂഹത്തോട്, ചെറുപ്പക്കാരോട് ആ ദീനിന്റെ യഥാർത്ഥ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷേ അവരെ കമ്പൽ ചെയ്യേണ്ടതില്ല, അവരെ നിർബന്ധിക്കേണ്ടതില്ല. കാരണം എന്താണ്? ഈ ദീനിൽ ബലാത്കാരമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ ദീനിൽ ബലാത്കാരമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഈ ദീനിൽ ബലാത്കാരമില്ല. വിശ്വസിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഖുർആൻ. ഖുർആൻ എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ
الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ ദീൻ, ഈ ഖുർആൻ ആർക്കുള്ളതാണ്? ഈ ഖുർആൻ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ളതാണ്. വിശ്വാസികളല്ലാത്തവരോട് ഖുർആൻ ഒരു കൽപ്പനയുമില്ല. അത് യാ അയ്യുഹന്നാസ്, അത്തരം പ്രയോഗങ്ങൾ വരുമ്പോൾ അത് ജനങ്ങളെ ജനങ്ങളെ എന്ന് ഖുർആൻ വിളിക്കുന്നു. മാലോകരെ മാലോകരെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് ഖുർആൻ വിളിക്കുന്ന അതിസംബോധനകളുണ്ട്. എന്നാൽ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ അത്തരം പരാമർശങ്ങളില്ല. ഹറാമായ പ്രവർത്തനങ്ങൾ, നിങ്ങൾ നല്ലത് ചെയ്യണേ, കള്ള് കുടിക്കല്ലേ, പെണ്ണ് പിടിക്കല്ലേ, ചൂത് കളിക്കല്ലേ, പലിശ ഇടപാട് നടത്തല്ലേ, ഹറാമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകല്ലേ. അത്തരം സന്ദേശങ്ങൾ പറയുന്നത് ആരോടാണ്? മതത്തിന്റെ നിയമങ്ങൾ പറയുന്നത് മതത്തിന്റെ ആളുകളോടാണ്. മതത്തിന്റെ പുറത്തുള്ള ആളുകളോട് ദീനിന് മതത്തിന്റെ കൽപ്പനകളില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് മതമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നു, ഖുർആൻ കൊണ്ടുവന്നു, അതങ്ങനെ വിശ്വസിക്കലാണ്. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അത് അങ്ങനെ പുലർത്തലാണ്. അതാണ് മതം. അപ്പോൾ ചില ആളുകൾ അതെന്താ അല്ലാഹു അങ്ങനെ പറഞ്ഞത്, അതെന്താ നബി ഇങ്ങനെ പറഞ്ഞത്, അതെന്താ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നവൻ ഈ മതത്തിലുള്ളവനല്ല. അവൻ ഈ മതത്തിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ച് ജീവിക്കാം. ഇത് ദുനിയാവാണ്. സഹോദരങ്ങളെ, ഞാൻ എന്തിനാണ് ഈ ആമുഖം പറഞ്ഞത്? നമ്മൾ നമ്മുടെ ഖൽബുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അമൂല്യമായ കാര്യമുണ്ട്. നമ്മുടെ ഖൽബിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുന്ന കാലമാണിത്. അതാ പള്ളി പ്രസിഡന്റ്, അദ്ദേഹം പള്ളിയുടെ പ്രസിഡന്റാണ്, പള്ളിയിലെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളാണ്. പള്ളിയിലെ ഖാദിയാർ, അദ്ദേഹം ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മകളോ, അവൾ +2 പഠിക്കുന്ന മോളാണ്. ആ മോള് നടക്കുന്നത് അഴിഞ്ഞാട്ടക്കാരിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഖാദിയാർ പള്ളിക്ക് നേതൃത്വം നൽകുന്നു, ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഖാദിയാരുടെ മകളോ ഒരു ദീനില്ലാതെ ജീവിക്കുന്നു. അവൾക്ക് ഇൻസ്റ്റഗ്രാം റീൽസുകളിൽ ജീവിക്കുകയാണ്, ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസുകളിൽ ജീവിക്കുകയാണ്. ഏതോ അന്യാണുങ്ങളുമായി തന്റെ ശരീരം കാണിക്കാൻ വേണ്ടി ആടിയും പാടിയും കുഴഞ്ഞും നടക്കുകയാണ്. ചെറുപ്പക്കാരായ പുതിയ കുട്ടികളോ, പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, അവനൊരു പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഞ്ചാവിനടിമയാണ്. അവൻ MDMA ആണ്, LSD ആണ്. അവന്റെ പിതാവോ പ്രസംഗിക്കുന്ന മുസ്ലിയാരാണ്. ഇങ്ങനെ കാലം മാറിപ്പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മുഅ്മിനീങ്ങളായ ആളുകളോട് പറയാനുള്ളത് അതാ യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയുംസി കാഫിറാ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാവിലെ മുഅ്മിനായിരുന്ന മനുഷ്യൻ അയാൾ വൈകുന്നേരമായപ്പോഴേക്ക് കാഫിറായി പോയി. എന്നാൽ വൈകുന്നേരം കാഫിറായ മനുഷ്യൻ പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്ക് അയാൾ മുസ്ലിമായിട്ട് കല്ലടക്കുറ്റി ഇല്യാസ് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനും യുദ്ധത്തിന്റെ ഭീതിയിലാണ്. ഇറാൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ
ലോകത്ത് എത്ര ലക്ഷം കോടി രൂപയാണ് ചെലവായതെന്നറിയുമോ? 100 ലക്ഷം കോടി രൂപയാണ് ചെലവായിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഈ 100 ലക്ഷം കോടി എങ്ങാനും വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ലോകത്തുള്ള 800 കോടി ജനങ്ങൾക്കിടയിലേക്ക് ഈ 100 ലക്ഷം കോടി വിതരണം ചെയ്താൽ ഓരോ മനുഷ്യന്റെയും പോക്കറ്റിലേക്ക് 12,500 രൂപ കിട്ടുമായിരുന്നു. നമ്മൾ ഇന്ത്യക്കാരാണ്. 140 കോടി മനുഷ്യന്മാർ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. 100 ലക്ഷം കോടി രൂപ 140 കോടി വരുന്ന ഇന്ത്യക്കാർക്ക് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഓരോ ഇന്ത്യക്കാരന്റെയും പോക്കറ്റിലേക്ക് 71,400 രൂപ ലഭിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു യുദ്ധം ആരംഭിച്ചു. ആരാണ് ആ യുദ്ധം തീരുമാനിച്ചത്? ലോകത്ത് രണ്ട് മനുഷ്യന്മാർ തീരുമാനിക്കുകയാണ്. ലോകത്ത് 2 മനുഷ്യന്മാർ തീരുമാനിക്കുകയാണ്. അവർ തീരുമാനിച്ച് നടപ്പാക്കുകയാണ്. അങ്ങനെ 100 ലക്ഷം കോടി രൂപ ചെലവാക്കിയിരിക്കുകയാണ്. അതിദാരിദ്ര്യമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 40 കോടി ജനങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കിടക്കുന്നുണ്ട്. അവരിലേക്കെങ്ങാനും ഈ 100 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തിരുന്നെങ്കിൽ ഓരോ ജനങ്ങൾക്കും, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആഫ്രിക്കയിലെ 40 കോടി ജനങ്ങൾക്ക് 10 വർഷം 11 വർഷം ആഹാരം കഴിക്കാനുള്ള പണമാണ് ഈ അനാവശ്യമായ യുദ്ധത്തിലൂടെ നശിപ്പിക്കപ്പെട്ടത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമുസ് സാഅതു ഹത്താ യുക്തിറൽ ഹർജു ഖാലൂ വമൽ ഹർജു യാ റസൂലല്ലാഹ് قال صلى الله عليه وسلم القتل നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന നാളുണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഹർജ് ഉണ്ടാകും, ഹർജ് വർദ്ധിക്കും. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ അവസാന നാളുണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഹർജ് വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? അവിടുന്ന് പറഞ്ഞു, അൽ ഖത്ലു, കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്നാണ്, കൊലപാതകങ്ങൾ വർദ്ധിക്കുമെന്നാണ്. വഫീ റിവായത്തിൻ, മറ്റൊരു നിവേദനത്തിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഖ്തുലുൽ ഖാതിലു ലാ യദ്രി ഫീമ ഖതല വയുഖ്തലുൽ മഖ്തൂലു ലാ യദ്രി ഫീമ ഖുതില. കൊല്ലുന്നവൻ അറിയുന്നില്ല ആരെയാണ് അവൻ കൊല്ലുന്നത്, എന്തിനാണ് കൊല്ലുന്നതെന്ന്. കൊല ചെയ്യപ്പെടുന്നവർ അറിയുന്നില്ല എന്തിനാണ് ഞങ്ങൾ കൊല ചെയ്യപ്പെടുന്നത്, ആരാണ് ഞങ്ങളെ കൊല്ലുന്നത്. സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ ഹബീബ്, നിങ്ങളുടെ ഹബീബ് ലോകത്തോട് പറയുകയാണ്, ലാ യദ്രി ഫീ യഖ്തുലുൽ ഖാതിലു ലാ യദ്രി ഫീമ ഖതല വയുഖ്തലുൽ മഖ്തൂലു ലാ യദ്രി ഫീമ ഖുതില. അകലെ അകലെ 10,000 കിലോമീറ്ററുകൾക്കകലെ, അതാ അമേരിക്കയിലെ പെന്റഗണിൽ നിന്ന് 10,000 കിലോമീറ്ററുകൾക്കകലെയുള്ള തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലെ ഷജറു തയ്യിബ് എലിമെന്ററി ഗേൾസ് സ്കൂളിൽ 170-ലധികം ചെറിയ കുട്ടികളെ അമേരിക്കക്കാരന്റെ B-1B ലാൻസർ എന്ന് പറയുന്ന ബോംബർ വിമാനം അമേരിക്കയിലെ പെന്റഗണിൽ നിന്ന് 10,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അതാ ഇറാനിലെ, തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലേക്ക് പാറി വരികയും ആ വിമാനത്തിൽ നിന്ന് ജെഫ്രി യോർക്ക് എന്ന മീറ്റർ ഡേറ്റ് എന്ന് പറയുന്ന US വൈമാനികർ ടോമോഹോക്ക് മിസൈലുകൾ പതിപ്പിക്കുകയും ആ സ്കൂളിലുണ്ടായിരുന്ന 170-ലധികം വരുന്ന ചെറിയ പിഞ്ചോമന പെണ്ണുമക്കൾ പടഞ്ഞ് മരിക്കുകയും ചെയ്തില്ലേ. ഫൽയുഖ്തലുൽ ഖാതിലു ലാ യദ്രി ഫീമ ഖതല വയുഖ്തലുൽ മഖ്തൂലു ലാ യദ്രി ഫീമ
ഫീമ ഖുതിലാ. ജെഫ്രി യോർക്ക് എന്ന് പറയുന്ന, ലീതർ ഡേറ്റ് എന്ന് പറയുന്ന US വൈമാനികൻ അറിയില്ല ഈ മിനാബ് സ്കൂളിലുള്ള റോസാപ്പൂ പോലത്തെ പനിനീർ പൂ പോലത്തെ മനോഹരമായ ചെറിയ പിഞ്ചോമന പെണ്ണുമക്കളില്ലേ, കൊച്ചു കൊച്ചു കുട്ടികളില്ലേ, ആ കുട്ടികളിൽ ആരാണ് കൊല്ലപ്പെടുന്നതെന്ന് അവർക്കറിയില്ല. സഹോദരങ്ങളെ, ബോംബർ വിമാനങ്ങൾ, അമേരിക്കക്കാരന്റെ B-1B ലാൻസർ എന്ന് പറയുന്ന ബോംബർ വിമാനം 10,000 കിലോമീറ്ററുകൾ താണ്ടി വന്ന് ആ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മുകളിൽ വന്ന് നിന്നിട്ട് ടോമോഹോക്ക് മിസൈലുകൾ എറിഞ്ഞപ്പോൾ ആ ചെറിയ കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറിയ പൊന്നോമന പൊന്നുമക്കൾക്കറിയില്ല ആരാണ് ഞങ്ങളെ കൊല്ലുന്നത്, എന്തിനാണ് ഞങ്ങളെ കൊല്ലുന്നത്, ആരാണ് ഡൊണാൾഡ് ട്രംപ്, ആരാണ് ബെഞ്ചമിൻ നെതന്യാഹു, എന്താണ് B-1B ലാൻസർ എന്ന് പറയുന്ന ബോംബർ വിമാനം, എന്താണ് ടോമോഹോക്ക് മിസൈല്, ആ ചെറിയ മക്കൾക്കറിയില്ല, ആ കുഞ്ഞു മക്കൾക്കറിയില്ല. യഖ്തുലുൽ ഖാതിലു ലാ യദ്രി ഫീമ ഖതലാ വയുഖ്തലുൽ മഖ്തൂലു ലാ യദ്രി ഫീമ ഖുതിലാ. സദഖത യാ റസൂലല്ലാഹ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ ഹബീബ് നിങ്ങളുടെ പുന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുകയാണ്. ലാ തഖൂമു സ്സാഅതു ഹത്താ യുക്തിറൽ ഖർജു. കൊലപാതകങ്ങൾ വർദ്ധിക്കാതെ കാലം കടന്നു പോകില്ല. അവസാന കാലത്തിന്റെ അവസാന നാളിന്റെ കാഹളങ്ങൾ ലോകത്തോളങ്ങുന്നതിന് മുമ്പ് ധാരാളം 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 കൊലപാതകങ്ങൾ നടക്കുമെന്ന് ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണിതിങ്ങനെ? 2003 ഇറാഖിൽ യുദ്ധമുണ്ടായി. ആ 2003 ഇറാഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 6 ലക്ഷം മനുഷ്യന്മാരാണ്. വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകം, ആരാണ് കൊല്ലുന്നവന് ആരെയാണ് കൊല്ലുന്നതെന്നറിയില്ല, കൊല്ലപ്പെടുന്നവൻ ഞാൻ എന്തിനു കൊല്ലപ്പെടുന്നു, എന്നെ ആരാണ് കൊല്ലുന്നത് അതും അറിയില്ല. അപ്പൊ ഇത് അന്ന് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല. പക്ഷേ ഇന്ന് നോക്കൂ, ഇറാഖിൽ ഇല്ലാത്ത ആണവായുധങ്ങളുടെ പേര് പറഞ്ഞ് ഇറാഖിൽ സദ്ദാം ഹുസൈന്റെ കയ്യിൽ ജൈവായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അമേരിക്ക പറഞ്ഞു രാസായുധങ്ങളുണ്ടെന്ന്, ആണവായുധമുണ്ടെന്ന്. എന്നാൽ അന്നത്തെ അന്താരാഷ്ട്ര ആണവ ഏജൻസി തലവനായ മുഹമ്മദ് അൽ ബറാദി എന്ന മനുഷ്യൻ ഇറാഖിലെ ആയുധപ്പുരകളിൽ പോയി പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഇറാഖിൽ ആണവായുധങ്ങളില്ല. എന്നാലും അമേരിക്ക അവിടെ യുദ്ധം ചെയ്തു. അമേരിക്ക മാത്രമാണോ യുദ്ധം ചെയ്തതല്ല, പിന്നെയോ അമേരിക്കയോടൊപ്പം അമേരിക്കയുടെ സഖ്യകക്ഷികളും ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, അവരെല്ലാവരും കൂടി ചേർന്ന് ഇറാഖിൽ കൈസർ കട്ടർ ബോംബുകളിട്ടു, ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളിട്ടു, ടോമോഹോക്ക് മിസൈലുകളിട്ടു, അങ്ങനെ തുടങ്ങിയ ആയുധങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. 6 ലക്ഷം മനുഷ്യന്മാരെയാണ് കൊന്നത്. 6 ലക്ഷം മനുഷ്യന്മാരെ ഇറാഖിൽ അമേരിക്ക 6 ലക്ഷം മനുഷ്യന്മാരെ കൊന്നിട്ട് ഇന്ന് വരെ അവിടെ അത് തെറ്റായി പോയി ആ യുദ്ധം എന്നൊരു അമേരിക്കൻ പ്രസിഡന്റും പറഞ്ഞിട്ടില്ല. 6 ലക്ഷത്തോളം വരുന്ന ഇറാഖികളായ മനുഷ്യന്മാരെ ചുട്ടരിച്ചു കൊന്നിട്ട് ഇന്ന് വരെ ലോകത്തൊരാളും, ലോകത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രനായകൻ അത് കടുത്ത തെറ്റായി പോയി എന്ന് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടമാകുമ്പോൾ ഇങ്ങനെ കൊലപാതകങ്ങൾ വർദ്ധിക്കും. പഴയ കാലത്ത് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ യുദ്ധങ്ങളിലൊക്കെ ചിലപ്പോൾ 500 പേര് കൊല്ലപ്പെടാം, 1000 പേര് കൊല്ലപ്പെടാം, ഏറിയാൽ 10,000 പേര് കൊല്ലപ്പെടാം. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കുറഞ്ഞ സമയം കൊണ്ട് ചാമ്പലായി ഭസ്മീകരിക്കപ്പെടുന്നത് ഈ പുതിയ കാലത്താണ്. ശാസ്ത്രത്തിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കുകയാണ്. ശരിയാണ്, ഈ കത്തുന്ന ലൈറ്റ് ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിന്റെ അനന്തരഫലമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൈക്ക്
അത് ശാസ്ത്ര കണ്ടുപിടുത്തത്തിന്റെ അനന്തര ഫലമാണ്. നിങ്ങളെ കേൾപ്പിക്കുന്ന ഈ ലൗഡ് സ്പീക്കർ, എന്റെ കയ്യിൽ കിടക്കുന്ന ഈ വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാം ശാസ്ത്രം ലോകത്തെ പ്രകാശിപ്പിച്ചു, ശരിയാണ്. എന്നാൽ അതേ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് ലോകത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അടക്കം അണുബോംബ് വർഷം നടത്തി E=mc² എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന തത്വത്തിലാണ് ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നത്. അതും സയൻസ് ആണ്. മനുഷ്യലോകത്തിന് പ്രകാശം തരുന്ന സയൻസ് തന്നെ ലോകത്തെ മുച്ചൂടും നശിപ്പിക്കുകയാണ്. എങ്ങാനും ഒരു ഭരണാധികാരിക്ക് ഭ്രാന്ത് പിടിച്ചാൽ, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് എങ്ങാനും ഭ്രാന്ത് പിടിച്ചാൽ, ഈ ലോകത്ത് ഭൂമി മുഴുവനും ചുട്ടരിക്കാൻ വേണ്ടി മാത്രം സായുധ ശേഷിയുള്ള ആണവ ബോംബുകൾ അവരുടെ പക്കലുണ്ട്. ഇതാണ് പുതിയ കാലത്തെ സയൻസ്, ഇതാണ് പുതിയ കാലത്തെ ശാസ്ത്രം. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 129-ാമത്തെ ആയത്തുണ്ട്. വകദാലിക നുവല്ലി ബഅദ-ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. ഖുർആൻ പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയുള്ള ഭരണാധികാരികളെ നിങ്ങൾക്കുമേൽ അള്ളാഹു നിയമിക്കുന്നതാണ്. ഖുർആൻ പറയാണ്, നിങ്ങൾ എങ്ങനെയാണോ. വഅലിന്റെ മജ്‌ലിസിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് പുതിയ തലമുറയിലെ ആളുകൾ. അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കാരത്തിന് വരാൻ ആളുകൾക്ക് താല്പര്യമില്ല, ദീനിയായ കാര്യങ്ങളോട് താല്പര്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത ഭരണാധികാരികൾ അല്ലാഹു നമ്മുടെ മേൽ അധികാരത്തിൽ കൊണ്ടുവരുമെന്നാണ് ഖുർആൻ. നിങ്ങൾ നോക്കൂ, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഓ ഹസനുൽ ബസരി തങ്ങളെ, ഭരണാധികാരികളെല്ലാം പ്രയാസക്കാരാണ്, ഭരണാധികാരികൾ അവരെ കൊണ്ട് വലിയ പ്രയാസമാണ് എന്ന് ഹസനുൽ ബസരി തങ്ങളോട് ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞു. അന്നേരത്ത് ഇമാം ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, അഅമാലുക്കും ഉമ്മാലുക്കും കമാ തകൂനൂന യുവല്ല അലൈക്കും. നിങ്ങളുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളുടെ പ്രവർത്തികളുടെ അനന്തരഫലമാണ് നിങ്ങളുടെ ഭരണാധികാരികൾ. എന്റെ മോശം പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് എന്റെ മേൽ മോശക്കാരായ അധികാരികൾ ഭരണത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭരണാധികാരികൾ. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾക്ക് മേൽ അല്ലാഹു ഭരണാധികാരികളെ കൊണ്ടുവരിക എന്ന് ഇമാമുനാ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇദാ ഫസദന്നാസു സുല്ലിത അലൈഹിം ബുലാത്തുൻ ഫുസ്സാഖ്. ജനങ്ങൾ ദുഷിക്കുമ്പോൾ ആ ദുഷിച്ചവരായ ജനങ്ങളുടെ മേൽ ദുഷിച്ചവരായ ഭരണാധികാരികളെ കൊണ്ടുവരിക എന്നത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. നിങ്ങൾ നോക്കൂ, നല്ല ഭരണാധികാരികൾ ഉണ്ടായിരുന്ന നല്ല കാലമുണ്ടായിരുന്നില്ലേ? നല്ല ഭരണാധികാരികൾ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രഭാതത്തിൽ ഒരു രാത്രിയിൽ ഇങ്ങനെ ചുറ്റി നടന്ന് സഞ്ചരിച്ച് സുബഹിയാകാനായി അന്നേരത്തൊരു മാതാവ് ഒരു മകളോട് പറയുകയാണ്, മോളെ, ആ പാല് കറന്നെടുത്ത പാലിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കൂ, കുറച്ച് വെള്ളം കൂടെ ആ പാലിൽ ഒഴിക്കൂ. അന്നേരത്ത് മോള് പറഞ്ഞു, ഇല്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല ഉമ്മ, വെള്ളം ഒഴിക്കാൻ പാടില്ല ഉമ്മ. വെള്ളം ഒഴിക്കുമ്പോ പാല് കൂടുതലാകും, നമുക്ക് ധാരാളം പൈസ കിട്ടും. അന്നേരത്ത് മോള് പറഞ്ഞു, ഉമ്മ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെള്ളം ചേർത്ത് പാല് വെക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് വേണ്ട ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉമ്മ പറയുകയാണ്, മോളെ, ഇവിടെ അമീറുൽ മുഅ്മിനീൻ വന്ന് നിൽപ്പുണ്ടോ? അയാൾ കിടന്നുറങ്ങല്ലേ, നീ വെള്ളത്തിൽ ആ പാലിൽ വെള്ളം ചേർക്കൂ, ഒരൽപ്പം വെള്ളം എടുത്തൊഴിക്കൂ എന്ന്. അന്നേരത്ത് ആ മോള് പറയുകയാണ്, ചെറിയ പെണ്ണ്, ന്യൂ ജനറേഷൻ പെണ്ണ്, ചെറുപ്പക്കാരിയായ പെണ്ണ് പറയുകയാണ്, ഓ ഉമ്മ,
നമ്മുടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണ്ട്, അവൻ കാണുന്നുണ്ട് ഉമ്മ. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹു ഉറങ്ങുന്ന അല്ലാഹു അല്ല, ഉറങ്ങാത്ത അല്ലാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം ഞാൻ ഒഴിക്കില്ല. അമീറുൽ മുഅ്മിനീൻ നിരോധിച്ചിട്ടുള്ളതാണ്. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ല എങ്കിലും അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് ഉമ്മ എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് അവളുടെ മാതാവിനോട് പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് കേട്ടിട്ട് മതിലിന്റെ അപ്പുറത്താര് നിൽപ്പുണ്ട്? സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽപ്പുണ്ട്. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ആ കുടിലിൽ ഒരാൾ വരികയാണ്. ആരാണ് വരുന്നത്? സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഖലീഫ ഭരണാധികാരി ഞങ്ങളുടെ ഈ ചെറിയ കുടിലിൽ വന്നത്? എന്തിനാണ്? അന്നേരത്ത് അവിടുന്ന് പറയുകയാണ്, ഞാനൊരു കല്യാണം ആലോചിച്ചു വന്നതാണ്. ഞാനൊരു കല്യാണം ആലോചിച്ചു വന്നതാണ്. ഈ കുടിലിലോ ഈ രാജ്യത്തിന്റെ ഖലീഫയായ ഭരണാധികാരിയായ ഉമർ എന്തിനാണ്, ആർക്കാണ് കല്യാണം? എന്റെ പ്രിയങ്കരനായ പൊന്നുമോൻ ആസിം ഇബ്നു ഉമർ എന്നവർക്ക് വേണ്ടി ഞാനൊരു കല്യാണം ആലോചിച്ചു വന്നതാണ്. ഇവിടെ ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, രാജ്യത്തിന്റെ ഭരണാധികാരി തന്റെ രാജകുമാരനായ പൊന്നുമോന് വേണ്ടി ആ ചെറിയ സത്യസന്ധയായ കുടിലിലേക്ക് കടന്നു ചെന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് കല്യാണം ആലോചിക്കുകയാണ്. സഹോദരങ്ങളെ, ആ സത്യസന്ധതയുടെ മൂല്യമെന്നുണ്ടോ? ഇന്ന് ആ സത്യസന്ധതയുടെ മൂല്യമൊന്നുണ്ടോ? ഇന്ന് ആ തെളിച്ചമുണ്ടോ കൽബുകളിൽ? പുതിയ തലമുറയിലെ കുട്ടിയാണ് ആ കുട്ടി. ആ പഴയ ജനറേഷനിലെ പ്രായമായ കിഴവി പറഞ്ഞു, മോളെ വെള്ളമൊഴുക്കി. അന്നേരത്ത് ആ പുതിയ തലമുറയിലെ കുട്ടി പറയണം, ഇല്ല ഉമ്മ. അപ്പോൾ അന്നത്തെ ജനങ്ങൾ നല്ലവരായിരുന്നു. ആ ജനങ്ങൾക്ക് അധികാരം നടത്തിയിരുന്ന ഭരണാധികാരികൾ നല്ലവരായിരുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ആസിം എന്നവരും ആ പൊന്നുമോളും തമ്മിൽ കല്യാണം നടന്നപ്പോൾ അവരിലുണ്ടായ മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അഞ്ചാം ഖലീഫ എന്ന പേരിൽ പ്രസിദ്ധനായ മഹാൻ. ഖുലഫാക്കൾക്ക് ശേഷം പിന്നീട് വന്നത് അമവി ഭരണാധികാരികളാണ്. ഖുലഫാക്കൾക്ക് ശേഷം പിന്നീട് ഭരണത്തിൽ വന്നു അമവി ഭരണാധികാരികൾ. അവരിൽ എട്ടാമത്തെ അമവി ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നമ്മളൊക്കെ കേൾക്കാറുണ്ട്, ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. രാജാവായിരുന്നിട്ടും കീറപ്പായിൽ കിടന്നുറങ്ങിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. റളിയല്ലാഹു അൻഹു ജനിച്ചത് ഈ ആസിം എന്ന് പറയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ആ പാലിൽ വെള്ളം ചേർക്കാത്ത കുടിലിലെ പൊന്നോമനെ പെൺകുട്ടിയെ പോയി കല്യാണം കഴിച്ചില്ലേ? ആ ദാമ്പത്യത്തിൽ വിരിഞ്ഞ കുസുമമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മഹാന്റെ അവസ്ഥ എന്താണ്? രാജാവാണ്, പക്ഷേ കിടന്നുറങ്ങുന്നത് കീറപ്പായയിലാണ്. നല്ല പട്ടുമെത്തയില്ല, പരവതാനിയില്ല. മഹാനവറുകൾ ഭാര്യയോട് ചോദിക്കുകയാണ്, എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട് ഒരു മുന്തിരി കഴിക്കാൻ, പക്ഷേ എന്റെ കയ്യിൽ പണമില്ലല്ലോ. നിന്റെ കയ്യിൽ വല്ല പണവുമുണ്ടോ? ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഭാര്യ ചോദിക്കുകയാണ്, ആരാണ് ഈ ചോദിക്കുന്നത്? അങ്ങാര് എന്നറിയില്ലേ
അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും യാചകനായൊരു ദിർഹവുമില്ലെന്നോ. ആരാണ് എന്നോട് വന്നൊരു മുന്തിരി ചോദിക്കാൻ? ഒരു മുന്തിരി കഴിക്കാൻ ആഗ്രഹമുണ്ടൊരു ഒരു ദീനാറ് തരുമോ, ഒരു ദിർഹം തരുമോ എന്ന് ചോദിക്കുന്ന നീ ആരാണ്? നിങ്ങൾ ആരാണ്? ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫയല്ലയോ? നിങ്ങളുടെ കയ്യിൽ ഒരു മുന്തിരി വാങ്ങാൻ പോലും പണമില്ലാത്ത വിധം പണമില്ലാത്ത ഒരു യാചകനെ പോലെ ആയോ എന്ന് പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്. അതാരാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയാണ്. അതാ ഒരു പ്രിയപ്പെട്ട മാതാവ് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ അന്വേഷിച്ചു വരികയാണ്. എന്തിനാണ് ആ പ്രിയപ്പെട്ട മാതാവ് രാജാവിന്റെ വീടന്വേഷിച്ചു വരുന്നത്? ആ ഉമ്മാടെ വീട് പൊളിയാറായി, ഒരു ചെറിയ കുടിലാണ് ഉമ്മാക്കുള്ളത്. അപ്പൊ ഈ വീടൊന്ന് പുനർനിർമ്മിച്ചിട്ട് ഒരു നല്ല വീടുണ്ടാക്കണം. അതിന് രാജാവിനെ കണ്ടിട്ട് രാജാവിന്റെ അടുത്തുനിന്ന് സഹായം ചോദിക്കണം. അങ്ങനെ ഉദ്ദേശിച്ച് ഈ മാതാവ് വരികയാണ്. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയായി. ഒരു കാര്യം ചൊല്ലൂ പെണ്ണെ, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ? എവിടെയാണ് രാജാവിന്റെ കൊട്ടാരം? എവിടെയാണ് രാജാവിന്റെ കൊട്ടാരം? ഞാൻ ആ രാജാവിനെ ഒന്ന് കാണട്ടെ. രാജാവിനോട് എനിക്കൊരു ചെറിയ കുടിലുണ്ടാക്കാനുള്ള സഹായം ചോദിക്കട്ടെ. രാജാവിനോട് എനിക്കൊരു ചെറിയ വീടുണ്ടാക്കണമെന്ന് പറയാൻ കുറച്ചു പണം ആവശ്യപ്പെടട്ടെ എന്ന് പറഞ്ഞൊരു ചെറിയ കുടിലിന്റെ അകത്തളത്തിലേക്ക് കയറിയിരുന്നപ്പോൾ ആ പ്രിയപ്പെട്ട വീട്ടുകാരിയായ ഫാത്തിമ എന്ന പെണ്ണ് പറയുകയാണ്, ഉമ്മാ രാജാവിന്റെ വീട് ഈ ചെറിയ കുടിലാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, രാജാവ് ഇപ്പോൾ കടന്നു വരും ഉമ്മാ. ഒരു പൊളിഞ്ഞ കുടില്, ഒരു ചെറിയ കുടില്, ഒരു പൊളിഞ്ഞ കുടില്, ഒന്നുറക്കെ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന കുടില്. ആ കുടിലിന്റെ അകത്തളത്തിലാണോ ഈ രാജ്യം ഭരിക്കുന്ന കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങളെ കിടുകിടാ വിറപ്പിച്ച അറേബ്യൻ സാമ്രാജ്യങ്ങളെ മുഴുവനും അടക്കി ഭരിക്കുന്ന ലോകത്തെ ഭരണാധികാരികളിൽ വെച്ച് സമുന്നതനായ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുടിലാണോ? അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എന്തൊരു വീടാണ് ഈ കൂര! ഉമർ ഖലീഫ തങ്ങളുടേതോ? സുബ്ഹാനല്ലാഹ്, ഈ കൂര ഉമർ ഖലീഫ തങ്ങളുടേതോ? സുബ്ഹാനല്ലാഹ്, ഇതുപോലെ വേറൊരു വീടി നാട്ടിലുമില്ലല്ലാഹ്. പൊട്ടിപ്പൊളിഞ്ഞു പോയാ തകർന്ന് വീഴാൻ നിൽക്കുന്ന, ഒന്ന് കാറ്റടിച്ചാൽ പാറിപ്പോകുന്നത് പോലത്തെ ഈ ചെറിയ കൂര പോലത്തെ ഒരു കൂര ഈ ലോകത്ത്, ഈ രാജ്യത്ത് മറ്റൊരു സ്ഥലത്തുമില്ലല്ലോ. ഈ കൂട്ടിലാണോ രാജാവ് വസിക്കുന്നത്? ഈ കുടിലിന്റെ അകത്തളത്തിലാണോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി കഴിയുന്നതെന്ന് ആ വൃദ്ധയായ മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എന്റെ വീട് ഇതിലും നല്ല വീടല്ലയോ? എന്റെ വീട് ഇതിലും മനോഹരമായ വീടല്ലയോ? ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വീടാണ് ഈ വീടെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയുടെ വീട് കണ്ടിട്ട് ആ പ്രിയപ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലയോ? നമ്മളെ റിസൾട്ട് കാത്തിരിക്കുകയല്ലയോ? നമുക്ക് ഭരണാധികാരികൾ വരാനില്ലയോ? ആരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്? ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്? ഏത് അധികാരിയാണ് വരുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയെ പോലെ
എന്റെ ശബ്ദം കേൾക്കുന്ന ജനങ്ങളെ, ഞങ്ങൾക്ക് മേൽ ഒരു ഭരണാധികാരി വരുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും വല്ല പ്രതീക്ഷയുമുണ്ടോ? ഇന്ന് ഭരണാധികാരികൾ അവർ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളായി മാറിയിരിക്കുകയാ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ സർവ്വസാധാരണമായ കാലമല്ലയോ? പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ കൈകളിൽ അഴിമതി പുരളാത്ത സംശുദ്ധമായ കൈകളുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ ലീഡേഴ്സ് ഏതാ? അതെ, എല്ലാവരും ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുകയാ, ഫെഡറേറ്റ് റൗഡികളെ പോലെ പ്രവർത്തിക്കുകയാ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് ഗുണ്ടായിസമാണെന്ന പോലെ മാറുകയാ. അങ്ങനെ അധികാരികൾ അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് സ്ഥാനമാനങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ട് നീതി നടപ്പാക്കാതെ, നന്മ നടപ്പാക്കാതെ, അവർക്ക് തോന്നിയതുപോലെ ഇഷ്ടക്കാരായ ആളുകൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വീതിച്ചു കൊടുക്കുന്ന ദുർഭരണങ്ങൾ തുടരുകയല്ലേ, ദുർഭരണങ്ങൾ നടക്കുകയല്ലേ. ഏത് ഭരണാധികാരിയാണ് ഇതുപോലൊരു ഭരണം കാഴ്ചവെക്കാനും ലോകത്ത് കടന്നു വരിക? ലോകത്തൊരു ഭരണാധികാരി, ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ്, നിരപരാധികളുടെ രക്തം കൊണ്ടവന്റെ കൈകൾ ചുമന്നിരിക്കുകയല്ലേ. അതാ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി, അവൻ ഫലസ്തീനിലെ ഗസയിലെ പിഞ്ചോമന കുഞ്ഞുമക്കളെ കൊന്നിട്ട് അവന്റെ കൈകളിൽ കറുത്ത ഗസയുടെ രക്തമല്ലേ. ഇങ്ങനെ ഭരണാധികാരികൾ എന്തൊക്കെ താന്തോ നിവാസങ്ങളാണ് ലോകത്ത് കാണിക്കുക. നീതിയുള്ള ഭരണാധികാരികൾ എവിടെ? ലോകത്ത് ധർമ്മം നടപ്പാക്കാൻ, മാനവികത നടപ്പാക്കാൻ, മനുഷ്യത്വം നടപ്പാക്കാൻ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ലോകത്തിൽ ഒരു ഭരണാധികാരിയുമില്ലല്ലോ. എത്രയെത്ര അറബ് രാജാക്കന്മാരുണ്ട്, എത്രയെത്ര അറബ് ഭരണാധികാരികളുണ്ട്. ഒരു വലിയ പണി നടത്താൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു കുരുവി അടയിട്ട് മുട്ട വിരിക്കാനിരിക്കുകയാണ്. ആ കൺസ്ട്രക്ഷൻ മുഴുവനും നിർത്തിവെച്ച ഭരണാധികാരികളില്ലേ. കോടി രൂപ വിലയുള്ള വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുകൾ ഒരു ചെറിയ കുഞ്ഞിന്റെ മുട്ടയ്ക്ക് വേണ്ടി, കുരുവിയുടെ മുട്ടയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഭരണാധികാരികളില്ലേ. അതേ ഭരണാധികാരികളുടെ അറിവോടുകൂടെ, അതേ ഭരണാധികാരികളുടെ മൂക്കിന്റെ താഴെ എത്രയാ നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുന്നത്, എത്രയാ നിരപരാധികളായ പിഞ്ചോമന പൊന്നുമക്കൾ പിടഞ്ഞ് മരിക്കുന്നത്. ഇറാനിലെ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് എത്ര ആയിരങ്ങളാണ്. ലോകത്താരെങ്കിലും അവർക്ക് വേണ്ടി കരയാനുണ്ടോ? ഗസയിലെ പിഞ്ചോമന പൊന്നുമക്കൾ പിടഞ്ഞ് മരിച്ചില്ലയോ? ഏതെങ്കിലും ആളുകൾ അവർക്ക് വേണ്ടി കരയാനുണ്ടോ? പുതിയ ഭരണാധികാരികളും ഭരണക്രമങ്ങളും അങ്ങനെയായ പുതിയ കാലമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഇന്ന് നീതിമാനായ ഭരണാധികാരി ഉണ്ടോ? ആയിരക്കണക്കിന് ഡൊണാൾഡ് ട്രംപുമാരുണ്ട്. അനീതിയുടെ വക്താക്കളാണ്, എപ്സ്റ്റീൻ മൈൻഡുള്ളവന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായങ്ങളാണ്. എന്തിനാണ് ഇറാൻ യുദ്ധം? 10,000കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ടുണ്ടായ യുദ്ധമല്ല ഇറാൻ യുദ്ധം. പിന്നെയോ എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അത് ലോകത്തെ മീഡിയകൾ അത് ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതാ ഇറാൻ യുദ്ധം പുറപ്പെട്ടത്. ഒരു കാരണവുമില്ലാത്ത യുദ്ധമാണ് ഇറാൻ യുദ്ധം. എത്രയോ വർഷമായി അവരുടെ രാജ്യം മുഴുവനും ഉപരോധത്തിലാണ്. അവിടെ ശീഈ വിശ്വാസങ്ങളോ ധാരകളോ ആദർശങ്ങളോ അത് മറ്റൊരു ചർച്ചയാണ്. സഹോദരങ്ങളെ, എപ്സ്റ്റീൻ ഫയലുകൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഇറാൻ യുദ്ധം. ഡൊണാൾഡ് ട്രംപിനെ എപ്സ്റ്റീൻ ഫയലുകളിൽ പരാമർശിക്കുന്നുണ്ട്. അതുണ്ടാകാതിരിക്കാൻ, ആ പരാമർശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ യുദ്ധമാണിത്. ലോകത്ത് ക്രൂരതയുടെ പര്യായമായ 21ാം നൂറ്റാണ്ട് കണ്ട അഡോൾഫ് ഹിറ്റ്ലറേക്കാൾ, ബെനിറ്റോ മുസോളിനിയേക്കാൾ ക്രൂരനായ ബെഞ്ചമിൻ നെതന്യാഹുവും അയാളെ ഡൊണാൾഡ് ട്രംപിനെ നിയന്ത്രിക്കുകയാണ് എപ്സ്റ്റീൻ ഫയലുകൾ കൊണ്ട്. അല്ലെങ്കിൽ 10,000
50,000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള അമേരിക്കയുടെ ഇപ്പുറത്ത് കിടക്കുന്ന ഇറാൻ എങ്ങനെയാണ് അമേരിക്കയുടെ വാഷിംഗ്ടൺ സിറ്റിക്ക് ഭീഷണിയാകുക, ടെക്സാസിന് ഭീഷണിയാകുക, ന്യൂയോർക്കിന് ഭീഷണിയാകുക? ഒരിക്കലുമില്ല, ഒരു ഭീഷണിയല്ല. അമേരിക്കയ്ക്ക് ഇറാൻ ഒരു ഭീഷണിയല്ല. പിന്നെ എന്തിനാണ് അമേരിക്ക ഇറാനിൽ യുദ്ധം നടത്തിയത്? എപ്സ്റ്റീൻ ഫയലുകളെ പേടിച്ചിട്ടാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുക്കൽ ഡൊണാൾഡ് ട്രംപിന്റെ തല തെറിപ്പിക്കുന്ന എപ്സ്റ്റീൻ എവിഡൻസുകളുണ്ട്, പ്രൂഫുകളുണ്ട്, തെളിവുകളുണ്ട്. അതെങ്ങാനും സംസാരിച്ചാൽ പിന്നെ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യന് ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കുകയില്ല. മീഡിയ ശ്രദ്ധകൾ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ യുദ്ധമാണിത്. ഇങ്ങനെയുള്ള ദുഷിച്ച ക്രൂരന്മാരായ ഭരണാധികാരികൾ, അവരാണ് നമ്മുടെ ഭരണാധികാരികളായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് സുൽത്താൻ സലാഹുദ്ദീൻ എന്ന ഭരണാധികാരി അറിയുമോ? ഖുദ്സിന്റെ മോചകനെ, മസ്ജിദുൽ അഖ്സയുടെ മോചകനെ, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചകനെ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ആരാണ്? രാജാവാണ്. സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുമായിരുന്ന രാജാവിന്റെ പേരാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രിമാരുണ്ടോ അങ്ങനെ? നമുക്ക് ഏതെങ്കിലും ഒരു MLA-മാരുണ്ടോ അങ്ങനെ? പോട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഉണ്ടോ അങ്ങനെ? സുബഹിക്ക് മുന്നേ എഴുന്നേറ്റ് അതാ ഉദുവെടുത്ത് പടച്ചവന്റെ മുന്നിൽ നിസ്കരിക്കുന്ന ഒരു നല്ല ഭരണാധികാരി നമുക്കുണ്ടോ? നമ്മുടെ രാജ്യം ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. മറ്റു മതവിശ്വാസികളിൽപ്പെട്ട സഹോദരന്മാരായ അധികാരികളുണ്ട്, അവരെ പറ്റി നമുക്കത് ചർച്ചയല്ല. പക്ഷേ നമ്മുടെ പേരുകളിലുള്ള, നമ്മുടെ സമുദായത്തിന്റെ പേരുകളിലുള്ള എത്രയോ അധികാരികളുണ്ട്. മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഭരണാധികാരിയാണ്. ഖുർആൻ ഓതി തീർക്കുമായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ഖത്മുൽ ഖുർആൻ. അങ്ങനെയുള്ള ഭരണാധികാരി നമുക്കുണ്ടോ? അങ്ങനെ ഭരണാധികാരികൾ ഇനി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പ്രതീക്ഷയും നമുക്ക്. അതാണ് നേരത്തെ ഖുർആൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ വകദാലിക നുവല്ലി ബഅദ-ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മേൽ ദുഷിച്ച ഭരണാധികാരികളെ കൊണ്ടുവരികയാണ്. നമ്മളെപ്പോഴും സ്ക്രോളിങ്ങിലാണ്. പള്ളിയിൽ വന്നിരുന്നാൽ പോലും നേരത്തെ ജുമയ്ക്ക് പള്ളിയിൽ പോലും ആരും വരുന്നില്ല. പഴയ കാലത്തൊക്കെ നല്ല ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ജനങ്ങളും നല്ല ജനങ്ങളായിരുന്നു. ജുമയ്ക്ക് പള്ളിക്ക് നേരത്തെ വരും. അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യും. സ്വലാത്തുകൾ ധാരാളം ചൊല്ലുമായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ പള്ളികളിൽ ജുമയ്ക്ക് ഇമാം ഖുത്ബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോഴും ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കുകയാണ്. അവർ ഇവിടെ ഒന്നുമല്ല, അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചില സ്റ്റാറ്റസുകളിലാണ്. അവർ വീഡിയോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കെന്ത് ഖുത്ബ, അവർക്കെന്ത് വെള്ളിയാഴ്ച ജുമാ, അവർക്കെന്ത് സൂറത്തുൽ കഹ്ഫ്, അങ്ങനൊന്നുമില്ല. ഇനിയോ പള്ളിയിൽ നിസ്കാരം ഇമാം അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടുമ്പോ എല്ലാം കൂടെ ഓടി വന്ന് ചടപടാ കൊടുത്ത് വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി രണ്ടാമത്തെ സലാം വീട്ടുമ്പോ ഇവരെല്ലാം കൂടെ രണ്ടാമത്തെ സലാം റോട്ടിലാണ്. എന്നിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? ആരെങ്കിലും പോകുന്നുണ്ടോ? പോകാനൊന്നുമില്ല, അത്യാവശ്യമൊന്നുമില്ല. പിന്നെ അവിടെ വന്ന് വെറുതെ ഇങ്ങനെ വർത്താനം പറയാ, സംസാരിക്കുക, വെറുതെ ഓരോ കാര്യങ്ങൾ. ഇങ്ങനെയാണ് പുതിയ കാലം. അതുകൊണ്ട് തന്നെ ദുഷിച്ച ഭരണാധികാരികൾ നമ്മുടെ മേൽ അധികാരത്തിൽ വരും. ദുഷിച്ച ഭരണാധികാരികൾ, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. നല്ല ആളുകൾക്ക് മേൽ നല്ല ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ദുഷിച്ച ആളുകൾ, എന്നാൽ എല്ലാ മനുഷ്യന്മാരും ദുഷിച്ചത് കൊണ്ടാണോ? അല്ല. എല്ലാ മനുഷ്യന്മാരും ദുഷിച്ചുകൊണ്ടാണോ? അല്ല. ജനങ്ങളിൽ അധികം ആളുകളും നല്ല ആളുകളുണ്ടാകും. നേരത്തെ പള്ളിയിൽ വരുന്ന ആളുകളില്ലേ, സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ആളുകളില്ലേ, ധാരാളം സ്വലാത്ത് ചെല്ലുന്ന ആളുകളില്ലേ? ഉണ്ട്. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അവിടുന്നും അനുയായികളും ഉണ്ടായിരുന്ന അതേ സമയത്ത് തന്നെ നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരിയായി
മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരിയുടെ പേര് ഫറോവ എന്നായിരുന്നു. അങ്ങനെയും ഉണ്ടാകാം. സഹോദരങ്ങളെ അതാ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഭരണാധികാരി അവിടുന്ന് ഒരു ദിവസം തന്റെ നാട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങി സുബഹി നിസ്കാരത്തിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ നടന്നു നോക്കിയപ്പോ എല്ലാ വീടുകളും മടഞ്ഞു കിടക്കുന്നു. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ആരും എഴുന്നേൽക്കുന്നില്ല, ഖുർആൻ കേൾക്കുന്നില്ല, തഹജ്ജുദ് നിസ്കാരം ആർക്കുമില്ല. അന്നേരത്ത് മഹാൻ പറയുകയാണ്, നമുക്കൊരിക്കലും മസ്ജിദുൽ അഖ്സ കിട്ടുകയില്ല. 1187 ഹത്തീൻ സമരത്തിലൂടെ നമ്മുടെ മസ്ജിദുൽ അഖ്സ നമുക്ക് പിടിച്ചു തന്ന നേതാവിന്റെ പേരാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി. ഒരു ഭരണാധികാരിയാണ്, ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, കണ്ടോ, ജനങ്ങളാരും തഹജ്ജുദിന് എഴുന്നേൽക്കുന്നില്ല, ആരും ഖുർആൻ ഓതുന്നില്ല, അവരെല്ലാം കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് നമുക്കിനി എത്ര വലിയ സൈന്യമുണ്ടായാലും, നമ്മുടെ കയ്യിൽ ഏതൊക്കെ ശക്തികൾ ഉണ്ടായാലും നമുക്ക് ഈ മസ്ജിദുൽ അഖ്സ കിട്ടുകയില്ല, നമുക്ക് ബൈത്തുൽ മുഖദ്ദസ് കിട്ടുകയില്ല എന്ന് മഹാൻ പറയുകയാണ്. പിന്നീട് മഹാനവറുകൾ ബോധവൽക്കരിച്ചു ജനങ്ങളെ. എന്താണ് പറഞ്ഞു കൊടുത്തത്? ഓ ജനങ്ങളെ, നിങ്ങൾ എന്തു വേണം? നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ വിളിച്ചു പറയുകയാണ്, എന്നോട് ആരാണ് പൊറുക്കലിനെ തേടുന്നത്? രാത്രിയുടെ പകുതിക്ക് ശേഷമുള്ളൊരു സമയമുണ്ട്. ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? അത് വലിയ ഇജാബത്തിന്റെ സമയമാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വല്ലാത്തൊരു ഇജാബത്തുണ്ട്. മൻ യദ്ഉനി ഫാസ്തജീബ ലഹു മൻ യസ്അലുനി ഫഉതിയഹു മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. അല്ലാഹു പറയുകയാണ്, രാത്രിയുടെ അതായത് അവസാനത്തെ യാമം, സുബഹയുടെ തൊട്ടു മുമ്പുള്ള തഹജ്ജുദിന്റെ സമയം, അത് വലിയ മുബാറക്കായ സമയമാണ്. പഴയ കാലത്ത് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെ പോലെ വലിയ വലിയ മഹാന്മാരായ ആളുകൾ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ, ആ സമയത്തിൽ അവരാരും ഉറങ്ങിയിരുന്നില്ല. അങ്ങനെയുള്ള സമയമുണ്ട്. ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? മയ്യദൂനി ഫഅസ്തജീബ ലഹു. ആരെങ്കിലും എന്നോടപ്പോൾ ദുആ എന്നാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കുന്നതാണ്. നിങ്ങൾ എന്താണോ എന്നോട് ചോദിക്കുന്നത്, അന്നേരത്ത് നിങ്ങൾ എന്തെന്നോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അല്ലാഹു പറയുകയാണ്. ആരാണോ എന്നോട് പൊറുക്കലിനെ തേടുന്നത്, അവന് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, വളരെ മഹത്വമുള്ളതല്ലേ, വളരെ മഹത്വമുള്ളതല്ലേ. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്തെ 5 വഖത്ത് നിസ്കാരം, ഫർളായ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് നമ്മുടെ ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ, ഒരാളും അറിയാതെ നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഇരുട്ടുള്ള മുറിയിൽ കതകടച്ച് ലൈറ്റണച്ച് അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ നിസ്കരിക്കാൻ നിന്നിട്ട് ഇഖ്ലാസോടെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നമുക്കത് തരുന്നതാണ്. അത് വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ്. ഇങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അന്നാട്ടിലെ ജനങ്ങളെല്ലാവരും തഹജ്ജുദിന് എഴുന്നേൽക്കാൻ തുടങ്ങി. രാജാവായ സലാഹുദ്ദീൻ അയ്യൂബി അതാ തന്റെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് നാട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. പരിവാരങ്ങള്, തന്റെ മന്ത്രിമാരുണ്ട്, പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അവരോടൊപ്പം രഹസ്യമായി വേഷപ്രച്ഛന്നരായി നടന്നപ്പോൾ എല്ലാ വീടുകളിലും പ്രകാശം കാണുന്നു. എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ എഴുന്നേറ്റ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നു. എല്ലാ ചെറിയ മക്കള് പോലും എഴുന്നേറ്റ് ഖുർആൻ ഓതുകയാണ്. സുബഹിയുടെ തൊട്ടു മുമ്പുള്ള സമയമാണ്.
ആരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നില്ല. പക്ഷേ ഇന്ന് പുതിയ തലമുറയിലെ മക്കളുടെ അവസ്ഥ എന്താണ്? അവര് 12 മണിയായാലും ഉറങ്ങില്ല, 1 മണിക്കുറങ്ങില്ല, 2 മണിക്കുറങ്ങില്ല, 3 മണി കഴിയുമ്പോഴേക്ക് ഉറങ്ങാൻ വേണ്ടി വരും, 4 മണിയാകുമ്പോഴേക്ക് കിടന്നുറങ്ങും, 12 മണി വരെ ഉറക്കം തന്നെ. ഏറ്റവും നല്ല മുബാറക്കായ സമയങ്ങളിലെല്ലാം വേണ്ടാധീനങ്ങളിലേക്ക് സമൂഹം പോയ പുതിയ കാലമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ പറയും ഈ മുസ്ലിയാരേത് കാട്ടിന്ന് വന്നതാണ്. രാത്രിയല്ല, ഇപ്പോൾ നൈറ്റ് ലൈഫാണ് മുസ്ലിയാരെ, രാത്രിയാണ് ജീവിതം എന്നാണ്. നിങ്ങൾ നോക്കൂ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അറിയുമോ? ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബിള്ളിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉം മുഫല്ലലും മുഖദ്ദമും നൂറുല്ലാഹ് മുസ്ലിം മുഹൈമിനും ബല്ലിഗും സഅദുല്ലാഹ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹദി അവരുടെ ഖബർ ഈജിപ്തിലെ കൈറോ സിറ്റിയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹദിയാണ്. ഞാൻ ആ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. മഹദി അവர்கள் പാതിരാത്രി സമയങ്ങളിൽ നിന്ന് ഖുർആൻ ഓതുകയാണ്. സ്വന്തമായി കൈകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم കല്ലാ സൗഫ തഅലമൂൻ. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഖബറിനെ പരാമർശിക്കുകയാണ്. ആളുകൾ എപ്പോഴും ഇങ്ങനെ ഡംബ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവനവനെ പറ്റിയുള്ള മഹത്തുള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ ജനാസ ഖബറിൽ കൊണ്ട് വെക്കുന്നത് വരെയും അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന ആശയമുള്ള ഖുർആൻ പാരായണം മഹദി ചെയ്തപ്പോൾ സ്വന്തമായി കൈക്കോട്ടുകൊണ്ട് മൺവെട്ടികൊണ്ട് മുറിക്കകത്തൊരു ഖബറുണ്ടാക്കി. പെങ്ങളെ മുറിക്കകത്തൊരു ഖബറുണ്ടാക്കി. ആ ഖബറിന്റെ അകത്തളത്തിൽ ഇറങ്ങിയിരുന്നിട്ട് 6000 തവണ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർത്ത മഹദിയാണ്. അവരുടെ രാത്രികളിൽ ഇൻസ്റ്റഗ്രാമില്ല, ഇന്റർനെറ്റ് ഇല്ല, ഇൻട്രാനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, ഒരു തോന്നിവാസങ്ങളുമില്ല. അവരുടെ ജീവിതത്തിൽ, അവരുടെ ഖബറിൽ, അവരുടെ പാതിരാത്രികളിൽ ഖുർആനാണ്, ഖുർആനാണ്, ഖുർആനാണ്. അങ്ങനെ ജീവിച്ച മഹദിയാണ് സയ്യിദാ നഫീസ. അങ്ങനൊരു ജീവിതം നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ? അങ്ങനെ ഖുർആനെ പ്രണയിച്ചു. അന്നേരത്ത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പറയുകയാണ്, കണ്ടോ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും തഹജ്ജുദിന്റെ നേരത്ത് എഴുന്നേറ്റിരിക്കുകയാണ്. എല്ലാ വീട്ടിലും ചെറിയ അരണ്ട വെളിച്ചം, അവിടെ നിന്നെല്ലാം തസ്ബീഹിന്റെ ശബ്ദം, ഖുർആനിന്റെ ശബ്ദം. ചെറിയ മക്കളടക്കം ഇരുന്ന് യാസീൻ ഓതുകയാണ്. അല്ലാഹുവേ, ഇനി ഒരു ചെറിയ സൈന്യം പോലും നമുക്ക് ആവശ്യമില്ല. നമുക്ക് മസ്ജിദുൽ അഖ്സ ലഭിക്കുന്നതാണ്, നമുക്ക് ഖുദ്സ് കിട്ടുന്നതാണ്, നമുക്ക് ബൈത്തുൽ മുഖദ്ദസ് കീഴടങ്ങുന്നതാണ്. ക്രൈസ്തവ യൂറോപ്പിന്റെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് ലഭിക്കുന്നതാണെന്ന് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന ഭരണാധികാരി പറയുകയാണ്. സഹോദരങ്ങളെ, അതുപോലെ 1187 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഒരു ചെറിയ പട്ടാളവുമായിട്ട് പോകുകയാണ്. എവിടേക്ക് പോയി? ഖുദ്സിലേക്ക് പോകുകയാണ്. അന്ന് നമ്മുടെ ബൈത്തുൽ മുഖദ്ദസ് ഭരിക്കുന്നത് ആരാണ്? ക്രൈസ്തവ യൂറോപ്പാണ്. ക്രൈസ്തവ യൂറോപ്പ് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല നടത്തിയിട്ടാണ് ആ മസ്ജിദുൽ അഖ്സ പിടിച്ചെടുത്തത്. 1187 സുൽത്താൻ സലാഹുദ്ദീൻ എന്ന ഭരണാധികാരി ബൈത്തുൽ മുഖദ്ദസ് പിടിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വലിയ സൈന്യവുമായിട്ടല്ല, ആത്മീയമായ സൈന്യവുമായിട്ടാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ് സൈന്യത്തിലുള്ളത്, ഖുർആൻ ഓതുന്ന ആളുകളാണ് സൈന്യത്തിലുള്ളത്, അല്ലാഹുവിനെ പേടിയുള്ള ആളുകളാണ് സൈന്യത്തിലുള്ളത്. അതുകൊണ്ട് സൈന്യത്തിന്റെ വലിപ്പം വേണ്ട,
ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിലായി അവർ കൊണ്ട് കെട്ടും വാലുമേ പൂറകിലായി. ബദരീങ്ങൾ 313 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ബദറിലേക്ക് പോയപ്പോൾ അവരുടെ കയ്യിൽ ടോമോഹോക്ക് മിസൈലുകൾ ഉണ്ടായിരുന്നു. ആനയുണ്ടായിരുന്നില്ല, അമ്പാരിയുണ്ടായിരുന്നില്ല, കുതിരയുണ്ടായിരുന്നില്ല, ചവളങ്ങളും ചാട്ടുളികളും വാളുകളും കുന്തങ്ങളും കുടച്ചക്രങ്ങളും ഒന്നുമില്ലായിരുന്നു. അവരുടെ കയ്യിൽ ആയുധമായിട്ടുണ്ടായിരുന്നത് ഈമാനായിരുന്നു. ആ തെളിച്ചമാണ് നമ്മുടെ കൽബിൽ ഉണ്ടാക്കേണ്ടത്, എന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത്. സഹോദരങ്ങളെ, അങ്ങനെ ഹിത്തീൻ പോരാട്ടത്തിൽ 1187 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കടന്നു ചെന്നപ്പോൾ ക്രൈസ്തവ യൂറോപ്പ് ഒരു യുദ്ധത്തിന് നിന്നില്ല. സുൽത്താൻ സലാഹുദ്ദീനെ പറ്റി ഇന്നും ക്രൈസ്തവ ലോകത്തെ ഹിസ്റ്റോറിക്കലായി പഠനം നടത്തിയ ഹിസ്റ്റേറിയന്മാർ രേഖപ്പെടുത്തിയത് വളരെ മനോഹരമായിട്ടാണ്. കാരണം ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ മറുപക്ഷത്തെ ശത്രുക്കളുടെ ഇടയിൽ, സൈന്യത്തിനിടയിൽ പകർച്ചവ്യാധി പിടിപെട്ടപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ തന്റെ സൈനികരോട് പറഞ്ഞു, നമുക്ക് തൽക്കാലത്തേക്ക് യുദ്ധം നിർത്തിവെക്കാം. മറുപക്ഷം സൈനികർക്ക് വേണ്ടി ഇവിടെ നിന്ന് ഡോക്ടർമാരെയും മെഡിസിനെയും കൊടുത്തു സലാഹുദ്ദീൻ. ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു വന്നപ്പോൾ ആ യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന സൈനികർക്ക് പകർച്ചവ്യാധി പിടിപെട്ടപ്പോൾ ആ സൈനികരെ ചികിത്സിക്കാൻ വേണ്ടി തന്റെ സൈന്യത്തിലെ ഡോക്ടർമാരെയും മെഡിസിനെയും കൊടുത്തുവിട്ടു സുൽത്താൻ സലാഹുദ്ദീൻ. ഇത് ക്രൈസ്തവ യൂറോപ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ചരിത്രമാണ്. മാത്രമല്ല, ഹിത്തീൻ പോരാട്ടം നടക്കുമ്പോൾ ഒരു ചില്ല പോലും മുറിച്ചില്ല, ഒരു കുഞ്ഞിനെയും കൊന്നില്ല, ഒരു സ്ത്രീയെയും ആക്രമിച്ചില്ല, ഒരു വൃദ്ധനെയും ഉപദ്രവിച്ചില്ല. മസ്ജിദുൽ അഖ്സ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് കീഴടങ്ങുകയാണ്. ക്രൈസ്തവ യൂറോപ്പ് പരാജയം സമ്മതിച്ചു മാറിപ്പോകുകയാണ്. ഇതെന്തിന്റെ വിജയമാണ് സഹോദരങ്ങളെ? ആത്മീയതയുടെ വിജയമാണ്. നമ്മുടെ കൽബിൽ തെളിച്ചമുണ്ടായാൽ ഈ ദുനിയാവ് മുഴുക്കയും നമ്മുടെ പിറകെ വരും. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ കൽബിന് തെളിച്ചമില്ല. നമ്മുടെ ഈ വെള്ള ഡ്രസ്സിനപ്പുറത്തേക്ക് എന്റെ കൽബ് കറുത്തുപോയി, എന്റെ അമലുകൾ കറുത്തുപോയി, എനിക്ക് ഇഖ്ലാസ് ഇല്ലാതായി പോയി, എനിക്ക് തഖ്വ ഇല്ലാതായി പോയി, ഒരു നന്മ പോലും എന്റെ ജീവിതത്തിൽ ഇല്ലാതായി പോയി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. നമുക്ക് പാതിരാത്രികൾ വേണം. ആ പാതിരാത്രികളിൽ ആരും കാണാതെ അല്ലാഹുവിനെ ഓർത്ത് കരയാൻ കഴിയണം. മദീനയിലെ പുന്നാര നബിയെ നമുക്ക് ഓർക്കാൻ കഴിയണം. ഉമ്മമാരെ, പാതിരാത്രി സമയങ്ങളിൽ നമ്മൾ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നതല്ലാതെ അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരാരാണ്? പുന്നാര നബിയെ ഓർത്ത് കരയുന്നവർ ആരാണ്? മദീനയിൽ ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കുകയാണ്. ഒരു താഴ്വാരത്ത് നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട താഴ്വാരത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അവിടെ അതാ ഒരു ചെറിയ കുടില്. ആ ചെറിയ കുടിലിന്റെ മുന്നിൽ ഒരു അരണ്ട വെളിച്ചം കാണുകയാണ്. ആ വെളിച്ചത്തിൽ ഒരു മാതാവിരിക്കുകയാണ്, ഒരു പ്രായമുള്ള ഉമ്മ ഇരിക്കുകയാണ്. ആ ഉമ്മ ഇരുന്ന് പാട്ടുപാടുകയാണ്. അലാ യാ മുഹമ്മദുൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ قد كنت قواما بكى بالأسحار يا ليت شعري والمنايا أطوار ألا يا محمد صلاة الأبرار
صلى عليه طيبون الأخيار قد كنت قواما بكى بالأسحار يا ليت شعري والمنايا أطبار പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയിട്ട് എത്രയോ വർഷങ്ങളായി. മഹാനായ സിദ്ദീഖ് തങ്ങൾ ഭരണം കഴിഞ്ഞു. ഇപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. ജനങ്ങളുടെ ക്ഷാമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ്. അന്നേരത്തൊരു ചെറിയ താഴ്വാരത്ത് ഒരു കുഞ്ഞു കുടിലിന്റെ അകത്തളത്തിൽ ഒരു വൃദ്ധയായ മാതാവ് എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്തെ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് പാടുകയാണ്, നബിയേ നബിയേ അവിടുത്തേക്ക് സ്വലാത്ത് ഉണ്ടാകട്ടെ, അവിടുത്തേക്ക് സലാം ഉണ്ടാകട്ടെ. നമ്മൾ സ്വലാത്തിന്റെ വാർഷിക പരിപാടിയിലല്ലേ ഉള്ളത്, നമ്മൾ സ്വലാത്തിന്റെ വാർഷികത്തിലല്ലേ ഉള്ളത്. ആ ഉമ്മ പറയുകയാണ്, അലാ യാ മുഹമ്മദ് സ്വലാത്തുൽ അബ്റാർ, നന്മയുള്ള ആളുകളുടെ സ്വലാത്തുകൾ നബിയേ അവിടുത്തേക്കുണ്ടാകട്ടെ, നന്മയുള്ള ആളുകളുടെ സലാമുകൾ നബിയേ അവിടുത്തേക്കുണ്ടാകട്ടെ. സല്ലല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ ഖദ് കുൻത ഖവാമൻ ബകാബിൽ അസ്ഹാർ ഖദ് കുൻത ഖവാമൻ ബകാബിൽ അസ്ഹാർ. പാതിരാത്രികളിൽ നബിയേ അവിടുന്ന് നിന്ന് നിസ്കരിച്ചു, നിന്ന് നിസ്കരിച്ചു, നിന്ന് നിസ്കരിച്ച് അവിടുത്തെ കാലുകൾ തളർന്നു പോയി, അവിടുത്തെ കാലുകളിൽ നീര് കെട്ടിപ്പോയി, അവിടുത്തെ നീര് കെട്ടി വീർത്ത കാലുകൾ പാതിരാത്രികളിൽ നിന്ന് നിസ്കരിച്ച് നിന്ന് നിസ്കരിച്ച് അവിടുത്തെ കാലുകൾ നീര് കെട്ടി വീർക്കുവോളം അവിടുന്ന് നിന്ന് നിസ്കരിച്ചില്ലേ നബിയേ, അവിടുന്ന് നിന്ന് നിസ്കരിച്ചില്ലേ നബിയേ. സുദീർഘമായി നിസ്കാരത്തിൽ ഖുർആൻ ഓതി, എന്നിട്ട് അവിടുന്ന് കരഞ്ഞില്ലേ നബിയേ. ഒരു പാതിരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു ഉമ്മ എഴുന്നേറ്റ് നിന്ന് പാടുകയാണ്, അവിടുന്ന് നിസ്കാരത്തിൽ സുദീർഘമായി അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞില്ലേ നബിയേ, കരഞ്ഞില്ലേ നബിയേ. യാ ലൈത ശഅരി വൽ മനായ അത്വാർ. എന്റെ മരണസമയം എന്താകുമോ ആവോ, എന്റെ മരണം എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കറിയാനായെങ്കിൽ എന്റെ മരണത്തിന്റെ അവസ്ഥകൾ എന്താണെന്ന് എനിക്കറിയാനായെങ്കിൽ എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. യാ ലൈത ശഅരി വൽ മആനി അത്വാർ. അതിന്റെ എല്ലാ അർത്ഥങ്ങളും എത്ര വലുതാണെന്ന് എനിക്ക് പറയാനാകുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ പാട്ട് കേട്ട് ആ ഉമ്മായുടെ അടുത്തിരിക്കുകയാണ്. ഈ പാട്ട് മുത്തുനബിയെ പറ്റിയുള്ള പാട്ടാണ്, പുന്നാര ഹബീബിനെ പറ്റിയുള്ള വർണ്ണനകളാണ്. ഇത് കേട്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയാൻ തുടങ്ങി. ഉമ്മ ഇതൊന്നും അറിയുന്നില്ല, ഉമ്മ അല്ലാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചു പാടുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്, നല്ല തണുപ്പുള്ള രാത്രിയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഓർത്തിരുന്ന അല്ലാഹനെ ഓർത്ത് കരയാൻ ഇന്ന് ആളുകളില്ല. പുന്നാര നബിയെ ഓർത്ത് കരയാൻ ഇന്ന് ആളുകളില്ല. ചമക് തുജ്സെ പാതേ ഹെ സബ് പാനെ വാലേ, मेरा दिल भी चमका दे चमकाने वाले, हबीबे खुदा का नजारा करूं मैं, हबीबे खुदा का नजारा करूं मैं, दिलों जान उन पे नजारा करूं मैं,
दिलों जान उन पे नजारा करूं मैं। ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇത് കേട്ടിട്ട് മുത്തുനബിയുടെ മദ്ഹ് കേട്ടിട്ട് കരഞ്ഞു. ആ കരച്ചിലിന്റെ ശബ്ദം ഉറക്കെയായി. അപ്പോൾ മാതാവ് പെട്ടെന്ന് അവിടുന്ന് കണ്ണു തുറന്ന് നോക്കി. അതാ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ നിന്ന് കരയുകയാണ്. മോനെ നീ ആരാണ്? എന്തിനാണ് എന്റെ മുന്നിൽ വന്നിരുന്ന് നീ കരയുന്നത്? മോനെ നീ ആരാണ്? എവിടുന്ന് വന്നതാണ്? പാതിരാത്രി സമയമാണ്. മദീന മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. നേരത്തെ പറഞ്ഞു, ഉമ്മാ ഞാൻ ഉമറാണ്. മുത്തുനബിയുടെ മദ്ഹ് കേട്ടിട്ട് കരഞ്ഞതാണ്. ഈ ഉമറിന് വേണ്ടി ദുആരക്കണേ ഉമ്മാ. ശറാപ്പാ ചമൻ ഹേ ദിയാറെ മദീന, ദവാമാശനാ ഹേ ബഹാറെ മദീന. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് മദീനയിലേക്കുള്ള മാർഗമാണ്. വിജയിക്കാൻ ലോകത്തൊരേ ഒരു മാർഗമേ ഉള്ളൂ, അത് പുന്നാര നബിയുടെ മദീനയാണ്. അതുകൊണ്ട് നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, മദീനയോട് കൽബിൽ ഇഷ്ടം വേണം, മുത്തുനബിയോട് കൽബിൽ മഹബ്ബത്ത് വേണം. സ്വലാത്തുകൾ ധാരാളമായി സ്വലാത്തുകൾ ഞാൻ ചൊല്ലണം, നിങ്ങൾ ചൊല്ലണം. അദ്മി സ്വലാത്ത അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി. അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ലാ സ്വലാത്ത അലൻ നബി മുഹമ്മദി. എല്ലാ സുഹൃതങ്ങളും ഒന്നുകിൽ അല്ലാഹു സ്വീകരിക്കാം, അതല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ സ്വലാത്ത് അത് തള്ളുകയില്ല, അത് അല്ലാഹു ഒഴിവാക്കുകയില്ല, തട്ടിക്കളയുകയേയില്ല. സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു സുഹൃതമേ ഉള്ളൂ, അത് സ്വലാത്താണ്. മദീനയുടെ രാജാവിലേക്കുള്ള സ്വലാത്താണ്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ഒരു സ്വലാത്ത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത്, എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് 10 സ്വലാത്ത്. 10 പാപങ്ങൾ മായ്ക്കപ്പെടും, 10 നന്മകൾ എഴുതി ചേർക്കപ്പെടും, 10 പദവികൾ ദുനിയാവിൽ ഉയരും, 10 പദവികൾ നിങ്ങൾക്ക് ആഖിറത്തിൽ ഉയരും. അങ്ങനെയുള്ള ഒരേ ഒരു സുഹൃതം അത് സ്വലാത്താണ്. മാത്രമല്ല, പുന്നാര നബിയുടെ മേൽ സ്വലാത്തു സലാമുകൾ ചൊല്ലുമ്പോൾ മദീനയിൽ റൗള ശരീഫിന്റെ അടുത്തൊരു മലക്കുണ്ട്. ആ മലക്ക് നബിയോട് പറയും, നബിയേ, ഇന്നാലിന്ന നാട്ടിൽ നിന്നും ഒരാള്, ഇന്നയാളുടെ മകൻ അവിടുത്തേക്കൊരു സ്വലാത്ത് തന്നിട്ടുണ്ട് നബിയേ, ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നമ്മുടെ ഈ ചെറിയ നാട്ടിൽ നിന്നും ഈ സ്വലാത്ത് പറന്ന് മദീനയിലേക്ക് പോകും. അവിടെ റൗള ശരീഫിൽ ഒരു മലക്ക് നിൽപ്പുണ്ട്. ആ മലക്ക് പറയും, നബിയേ, ഇന്ന നാട്ടിൽ നിന്ന് ഇന്ന ആളുകളൊക്കെ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി الشفيع الابتحي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على
على الرسول شفيع الأبتحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي الصلاة للنبي على الرسول الشفيع الأبتحي والحبيب العرب ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരെ അല്ലാ നബി ശ്രേഷ്ഠരെ അല്ലാ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു അഞ്ചു നേരം കൃത്യമായി ഞാനും നിങ്ങളും നിസ്കരിക്കണം. കള്ളു കുടിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്, ഒരു മനുഷ്യനോട് അന്യായമായി പെരുമാറരുത്, ഒരു ആലിമിനെയും നമ്മൾ ചീത്ത പറയരുത്, ഒരു തങ്ങളെയും നമ്മൾ നിസാരപ്പെടുത്തരുത്. നമ്മൾ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കണം. നിങ്ങൾ 50 ഹജ്ജ് ചെയ്തു, പക്ഷേ ഈ ഇരിക്കുന്ന ആളിന് 1 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊരുത്തം നിങ്ങൾ മേടിക്കണം. ഈ ഇരിക്കുന്ന മനുഷ്യന് നിങ്ങൾ ഒരു 10 രൂപ കൊടുക്കാനുണ്ട്, നിങ്ങൾ മരിച്ചുപോയി, നിങ്ങളുടെ മക്കൾ 1000 ഖത്ത് മോദി, എന്നിട്ട് നിങ്ങളുടെ ഖബറിലേക്ക് ഹദിയ ചെയ്തു. ഈ മനുഷ്യന് കൊടുക്കാനുള്ള 10 രൂപ കൊടുക്കാതെ നിങ്ങളുടെ ഖബറിലേക്ക് ആ ഖത്തുൽ ഖുർആൻ എത്തുകയില്ല. മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നു. സഹാബത്തെല്ലാം സഫ് കെട്ടി ഇമാമത്ത് നിന്ന് ജനാസ നിസ്കരിക്കാൻ പോവുകയാണ്. അന്നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ചോദിച്ചു, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, ഈ കൊണ്ടുവന്ന ജനാസയ്ക്ക് വല്ല കടമുണ്ടോ? അപ്പൊ ആരോ പറകിന്ന് പറഞ്ഞു, ദിർഹമൈനി, 2 രൂപ കടമുണ്ടോ? 2 രൂപ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 രൂപ കടമുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്ത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു അലാ സാഹിബി ലാ നൗസ, ഞാനല്ല നിസ്കരിക്കാൻ, നിങ്ങൾ അയാൾക്ക് വേണ്ടി നിസ്കരിക്കൂ. ഇതാണ് കടം. ആളുകളെ പറ്റിക്കുന്ന, ആളുകളെ പൈസ മേടിച്ച് പറ്റിക്കുക. എങ്ങനെ പൈസ അതാരെ പറ്റിച്ചായിരുന്നു. പിന്നെ അയാൾ വലിയ ഹാജിയാരായി, പിന്നെ ഉസ്താദായി, പിന്നെ നാട്ടിലെ വലിയ നേതാവായി. ആരായിരുന്നാലും പൈസ ഇടപാട് കൊടുത്തൊരു മനുഷ്യനെ പറ്റിച്ചിട്ടുണ്ടോ? ഹാജിയാരായാലും തങ്ങളായാലും ഖാദിയായാലും ഖാദി ഖുലാത്തായാലും പ്രസംഗിക്കുന്ന മുസ്ലിയാരായാലും പൈസ കൊടുക്കാതെ ഒരു രക്ഷയുണ്ട്. നിസ്കാരവും പഠിച്ചാലും വേണ്ട, ഹജ്ജും വേണ്ട, ഒന്നും വേണ്ട, ആദ്യം പൈസ മര്യാദയ്ക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ 1 രൂപ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കാനുണ്ടാവും. ഉമ്മമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വന്ന് ഒരു 3 സ്വലാത്തിൽ നമുക്ക് ദുആയിരന്ന് പിരിയാം. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും പ്രായമുള്ള ഉപ്പമാരും എഴുന്നേക്കണ്ട, ആ ചെറുപ്പക്കാരും കുട്ടികളും ഒന്ന് എഴുന്നേറ്റ് അടുത്ത് വന്ന് ഒരു 3 സ്വലാത്തിൽ നമ്മൾ ദുആയിരക്കും. എല്ലാവരും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഈ സ്വലാത്തു മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ ഇവിടെ തോക്ക അഹമ്മദ് അൽ അസ്ഹരി ഉസ്താദ്, മുനീർ അഹമ്മദ് സായിദി നെല്ലിക്കുന്ന് ഒക്കെ പ്രഭാഷണം നടത്തിയിരുന്നു. നാളെ ആബിദ് ഹുദവി തച്ചണ്ണ പ്രഭാഷണത്തിന് വരുന്നുണ്ട്. മഗ്രിബ് നിസ്കാരാനന്തരമാണ് പ്രഭാഷണം. മഗ്രിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ദുആ കഴിഞ്ഞിട്ട് മുസാഫത്ത് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർ മുസാഫത്ത്. എല്ലാവരും സ്വലാത്ത്, എല്ലാ മക്കളൊക്കെ സ്വലാത്തില്ലേ? യാ അല്ലാഹ്, യാ അല്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു محمد صلى الله عليه وسلم، صلى الله على 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 محمد
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാ സെക്രട്ടറി ലിസ്റ്റ്? ഞാൻ സെക്രട്ടറി. ഇതെല്ലാം ഇങ്ങനെ വായിക്കോ? എന്താണ് ഇങ്ങനെ ഖത്തം തീർക്കുന്നത്? എല്ലാം ഇങ്ങനെ വായിച്ചു ഓരോ നാട്ടിലും ഓരോ രീതി. 300 രൂപ, 200 രൂപ, 100 രൂപ എല്ലാം ഇങ്ങനെ വായിക്കുക. നീ വായിക്കണമെന്നില്ല, ഈ വായിക്കുന്ന രീതി ശരിയാണ്. നിങ്ങൾ പറയും ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല, നിങ്ങളൊരു കൈ കൊണ്ട് കൊടുത്താൽ മറു കൈ അറിയാൻ പാടില്ല, ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുക. നമ്മളിങ്ങനെ ലിസ്റ്റ് എഴുതി ഇങ്ങനെ വായിക്കും. അത് വായിച്ചില്ല, എന്റെ പേര് വായിച്ചില്ല, ആറാ സെക്രട്ടറി, എന്റെ പേര് വായിക്കാത്ത അതിനടുത്ത കമ്മിറ്റിയിൽ അടി. ശരിയാണോ? നിങ്ങൾ പറ. അല്ല, ഞാൻ പറയുന്നത് ശരിയാണോ? അല്ലേ? അതെ, ചോട്ടകൾ പറയുന്നു ശരിയാണ്. അപ്പൊ അതാണ് ഇനി ഒരുപാട് ആൾക്കാർ പേര് വായിക്കാണ്ട്. സമദ് കരിയത്ത്, ഉപ്പ മരിച്ചുപോയി, ദ്വാരക്കാൻ വേണ്ടി 1000 രൂപ. അബ്ദുൽ കരീം നെടുവോട്ട് 500 രൂപ. KMS ഹാരിസ് സഫർ, മരിച്ച ഉപ്പാന്റെ പേരിൽ 313. CS മുഹമ്മദ്, സ്ട്രോക്ക് ബാധിച്ച് സുഖമില്ലാതെ കിടപ്പണം, 1000 രൂപ. ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം, കണ്ണിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ്, നീ ഇങ്ങനെ സെക്രട്ടറി പെട്ടെന്ന് വായിക്കും. സമദ് കരിയത്ത്, മരിച്ച ഉപ്പാന്റെ പേര് ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. അബ്ദുൽ കരീം നെടുവോട്ട് 500 രൂപ. KM ഹാരിസ് സഫർ, മരിച്ച ഉപ്പാന്റെ പേര് ദുആ ചെയ്യാൻ 313 രൂപ. CS മുഹമ്മദ്, സ്ട്രോക്ക് ബാധിച്ച് ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്, 1000 രൂപ സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ കണ്ണിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യയുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഈജിപ്ത്, ദുആ ചെയ്യുവാൻ വേണ്ടി 12500 രൂപ. അബ്ദുറഹ്മാൻ ആജി ആലൂർ, മരിച്ചുപോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും മകന്റെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 1513 രൂപ. അബൂബക്കർ ഹാജി അടുക്കം, കുടുംബസമേതം ദുആ ചെയ്യണം, സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണം, 313 രൂപ. മുഹമ്മദ് ഒതോത്തെടുക്കം, മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. അബ്ദുറഹ്മാൻ ഒതോത്തെടുക്കം, മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ കുടുംബസമേതം ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. ഹസീൻ അടുക്കാപ്പള്ളം, കുടുംബസമേതം ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. ഇബ്രാഹിം ഹാജി കണ്ടത്തിൽ 1000 രൂപ. ഷാഫി കൊണ്ടെടുക്കം, മരിച്ചുപോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും ജ്യേഷ്ഠന്റെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. ഹസീന കരിയത്ത്, മരിച്ച ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ 500 രൂപ. അയ്യൂബ് സൺ ഓഫ് ഇസ്മായിൽ, മരിച്ച കാക്കാന്റെയും മൂത്താന്റെയും ഉപ്പാപ്പാന്റെയും മാമായുടെയും പേരിൽ 500 രൂപ. കെ ഇബ്രാഹിം കൊണ്ടെടുക്കം, മരിച്ച ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 300 രൂപ. ഷാമിൽ ആൻഡ് ഷാഹിൽ, മരിച്ച ഉപ്പാപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 501 രൂപ. എം അബ്ബാസ് കല്ലടകുറ്റി, മരിച്ച ഉപ്പ, ജ്യേഷ്ഠൻ, കാക്ക, അമ്മായി എന്നിവരുടെ പേരിൽ ദുആ ചെയ്യുവാൻ വേണ്ടി 501 രൂപ. അബ്ദുൽ ഖാദർ ആലൂർ, മരിച്ച ഉപ്പാന്റെയും ഉമ്മായുടെയും പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ 300 രൂപ. സയ്യിദ് കരിയത്ത്, മരിച്ച ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. എം മുഹമ്മദ് കരിയത്ത്, മരിച്ച ഉപ്പ, ഉമ്മ, അനിയൻ, പെങ്ങൾ, അളിയ എന്നിവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. ഭാര്യയുടെ മരണപ്പെട്ട ഉപ്പാന്റെയും ഉമ്മാന്റെയും ജ്യേഷ്ഠത്തിയുടെയും പേരിൽ 500 രൂപ. സ്വന്തമായും ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി 500 രൂപ. അബ്ദുൽ ഖാദർ നെല്ലിയെടുക്കം, മരിച്ചുപോയ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപ. ലാമയോ സൺ ഓഫ് ലത്തീഫ് കരിയത്ത്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 501 രൂപ. അദ്നാൻ സൺ ഓഫ് അബ്ദുല്ല കരിയത്ത്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. എ അബ്ബാസ്, ജോലി ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ 101 രൂപ. പ്രത്യേകം സ്വന്തമായി ദുആ ചെയ്യാൻ വേണ്ടി 501 രൂപ. മരിച്ച മാമാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 200 രൂപ. അബ്ദുല്ല ചെറുപ്പാറ, മരിച്ച ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യുവാനും കുടുംബത്തിന്റെ പേരിലും 2500 രൂപ. സലാത്ത് മജീദ് വാർഷികത്തിലേക്ക് അരി സംഭാവന ചെയ്ത ആളുകളുണ്ട്. അബൂ സിയാദ് 25 കിലോ. മുഹമ്മദ് അബാൻ മാലിക് 15 കിലോ. ഷാഫി കുണ്ടടുക്കം 15 കിലോ. മുഹമ്മദ് പോലീസ് 25 കിലോ. ഫവാസ് 20 കിലോ. മുസ ഷിബില 20 കിലോ. സത്താർ മദനി 15 കിലോ. മുഹമ്മദ് കുഞ്ഞി ഉപ്പു 20 കിലോ. ആലി കുഞ്ഞി സിയെ 30 കിലോ. സനാഫ് കരിയത്ത് 25 കിലോ. ഷാഫി കല്ലടകുറ്റി 15 കിലോ. ഹയാത്തുൽ ഇസ്ലാം സംഘം 100 കിലോ. മുഹമ്മദ് മഫ 50 കിലോ. നസീർ ബിയം 15 കിലോ. ജാഫർ അടുക്കാപ്പള്ളം 20 കിലോ. സ്വലാത്ത് മജ്ലിസിലേക്ക് ഇറച്ചി സംഭാവന ചെയ്ത ആളുകളുണ്ട്. ജമാഅത്ത്
ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി 50 കിലോ, ഖാദർ കരിയത്ത് 15 കിലോ, അന്തുമ 8 കിലോ, മുഹമ്മദ് മടന്നക്കോട് 5 കിലോ, മൊയ്തു ഉപ്പള 5 കിലോ, മജീദ് അടുക്കാപ്പള്ളം 5 കിലോ, ആബിദ് അടുക്കം 5 കിലോ, മൊയ്തു ഹാജി കരിയത്ത് 10 കിലോ, മൊയ്തു കരിയത്ത് 10 കിലോ, മുഹമ്മദ് കരിയത്ത് 5 കിലോ, അബ്ബാസ് കല്ലട കുറ്റി 5 കിലോ, ഇർഷാദ് അഞ്ചാമയിൽ 10 കിലോ, ചങ്ങായിമാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് 10 കിലോ, ഫൈസൽ ജന്നത്ത് 5 കിലോ, ഹാരിസിയം 5 കിലോ, അഹമ്മദ് പി വി 5 കിലോ, ഷാജു ചെർപ്പാറ 5 കിലോ, റഷ്ദാൻ അബ്ദുറഹ്മാൻ 10 കിലോ, ഹാരിസ് എ കെ 10 കിലോ, മജീദ് കരിയത്ത് 10 കിലോ, അബ്ദുല്ല ഹാജി അഞ്ചാമയിൽ 20 കിലോ, അബ്ദുല്ല എം ബാലിനടുക്കം 10 കിലോ, ഹനീഫ ബാലിനടുക്കം 5 കിലോ, അഷ്റഫ് എ കെ 10 കിലോ, ആസിയ ചുമ്മ വൈഫ് ഓഫ് എ കെ മുസാജി 10 കിലോ, ബി അബ്ദുറഹ്മാൻ 5 കിലോ, ഷംസുദ്ദീൻ ചെർപ്പാറ 5 കിലോ, ലത്തീഫ് കരിയത്ത് 5 കിലോ. ഇനിയും ആരെങ്കിലും സംഭാവന ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഭയങ്കര ഒരു സംഭവം. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാന്നറിയോ, ഇതെല്ലാം എഴുതി പ്രിന്റ് ചെയ്യും. ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി പ്രിന്റ് ചെയ്തിട്ട് പള്ളിയിൽ വലിയൊരു നോട്ടീസ് ബോർഡ്. അപ്പൊ സംഭാവന എല്ലാം ചെയ്ത ആൾക്കാരെല്ലാം അതിനകത്ത് പിൻ ചെയ്തു. സൈലന്റ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും അല്ലാഹു തആല ഖബൂലിയത്ത് നൽകട്ടെ. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. അപ്പൊ ആ രീതിയൊക്കെ നടക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وملاذنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وروح الأرواح وريحانها وسر الأسرار ومكنونها وعلى آله وصحبه وسلم.